നമസ്കാരം ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സനിൽ പെരുന്തോട്ടത്ത് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കാണുന്നതിന് തൊട്ട് മുമ്പ് ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്ത് ഒരു അറ്റൻഡൻസ് വെക്കുകയാണെങ്കിൽ വളരെ നന്നായിരുന്നു. നമുക്ക് പുതിയ കലണ്ടർ വർഷത്തിലെ ആദ്യ മാസമായ ജനുവരിയിലെ മറ്റൊരു IPOയുടെ വിശേഷമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നോവ അഗ്രിടെക് ലിമിറ്റഡ് എന്ന ഒരു കമ്പനിയുടെ വിശേഷമാണ് ഇത്. ഇവർ ഒരു അഗ്രി ഇൻപുട്ട് മാനുഫാക്ചറാണ് എന്ന് പറയാൻ പറ്റും. അതായത് ഒരു സോയിൽ ഹെൽത്ത് മാനേജ്മെൻറ്റ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. അതുപോലെ തന്നെ ക്രോപ്പ് ന്യൂട്രീഷൻ പ്രോഡക്ട്സ് അല്ലെങ്കിൽ ക്രോപ്പിൻ്റെ പ്രൊട്ടക്ഷൻ പ്രോഡക്റ്റുകളാണ് ഇവരുണ്ടാക്കുന്നത്. നമുക്ക് പറയാം ഇതൊരു രാസവള നിർമ്മാണ കമ്പനി അല്ല, പക്ഷേ വിളകളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള പ്രോഡക്റ്റുകൾ പെസ്റ്റിസൈഡ്സ് ഒക്കെ പോലെയുള്ള കാര്യങ്ങൾ നിർമ്മിക്കുന്ന ഒരു കമ്പനിയാണിത്. ഇവരുടെ ഇഷ്യൂ ആരംഭിക്കുന്നത് ജനുവരി 22 മുതൽ 24 വരെ ആയിരിക്കും. ഒരു ചെറിയ IPO ആണിത് എന്ന് പറയാം. കാരണം 143.81 കോടി രൂപ മാത്രമാണ് ഇവർ മാർക്കറ്റിൽ നിന്ന് റേസ് ചെയ്യുന്നത്. അതിൽ 112 കോടി രൂപയ്ക്കുള്ളതാണ് ഫ്രഷ് ഓഹരികൾ. ബാക്കി 31.81 കോടി രൂപയ്ക്കുള്ളത് ഓഫർ ഫോർ സെയിലുമാണ്. അപ്പം നമുക്ക് ഈ കമ്പനിയുടെ IPO വിശേഷങ്ങളിലേക്ക് ഒന്ന് കടക്കാം. നോവ അഗ്രിടെക് ലിമിറ്റഡ് എന്ന ഈ കമ്പനി പ്രധാനമായിട്ടും ഇൻസെക്ടിസൈഡ്സ്, അതുപോലെ തന്നെ ഫംഗിസൈഡ്സ്, ഹെർബിസൈഡ്സ് തുടങ്ങിയ പ്രോഡക്റ്റുകൾ നിർമ്മിക്കുന്ന ഒരു കമ്പനിയാണ്. അതായത് സോയിൽ ഹെൽത്ത് മാനേജ്മെൻ്റ് ആണ് കമ്പനി ചെയ്യുന്നത്. ക്രോപ്പുകളുടെ അല്ലെങ്കിൽ വിളകളുടെ സംരക്ഷണം ആണ് പ്രധാനമായിട്ടും ഈ കമ്പനി അത്തരത്തിലുള്ള പ്രോഡക്റ്റുകളാണ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് തെലുങ്കാന ബേസ് ചെയ്തിട്ടുള്ള ഒരു കമ്പനിയാണ്. കമ്പനിയുടെ പ്രോഡക്റ്റുകളെ കുറിച്ച് അല്പം കൂടി വിശദമായിട്ട് പറയുകയാണെങ്കിൽ പ്രോഡക്റ്റ് ഫോർ സോയിൽ ഹെൽത്ത് മാനേജ്മെൻറ്റ്, ക്രോപ്പ് ന്യൂട്രീഷൻ പ്രോഡക്ട്സ്, ബയോ സ്റ്റിമുലൻ്റ് പ്രോഡക്റ്റ്, ബയോ പെസ്റ്റിസൈഡ്സ് പ്രോഡക്റ്റ്, ഇൻ്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെൻറ്റ് പ്രോഡക്റ്റ്, ഇന്നൊവേഷൻസ് ഇൻ ടെക്നോളജി, അതുപോലെ ക്രോപ്പ് പ്രൊട്ടക്ഷൻ പ്രോഡക്ട്സ്. ഈ പ്രോഡക്റ്റുകളുടെ എല്ലാം മാനുഫാക്ചറിങ്ങും ഡിസ്ട്രിബ്യൂഷനും അതുപോലെ തന്നെ മാർക്കറ്റിങ്ങും കമ്പനി ചെയ്യുന്നുണ്ട്. ഇതിൽ ഈ ക്രോപ്പ് പ്രൊട്ടക്ഷൻ പ്രോഡക്ട്സ് മാത്രം ഉണ്ടാക്കുന്നത് നോവയുടെ ഇതിൻ്റെ ഒരു സബ്സിഡിയറി കമ്പനിയായിട്ടുള്ള നോവ അഗ്രി സയൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നുള്ളൊരു കമ്പനിയാണെന്ന് മാത്രം. 2023 കണക്ക് വെച്ചിട്ട് 629 പ്രോഡക്റ്റുകൾക്കുള്ള രജിസ്ട്രേഷനാണ് നോവയ്ക്ക് ലഭിച്ചിട്ടുള്ളത്. അതിൽ 7 സോയിൽ ഹെൽത്ത് മാനേജ്മെൻറ്റ് കാറ്റഗറിയിലുള്ള പ്രോഡക്റ്റുകളുടെയാണ്. 168 പുതിയ പ്രോഡക്റ്റുകൾക്കുള്ള രജിസ്ട്രേഷൻ കിട്ടിയിരിക്കുന്നത് ക്രോപ്പ് ന്യൂട്രീഷൻ കാറ്റഗറിയിലുള്ള പ്രോഡക്റ്റുകൾക്കും 4 രജിസ്ട്രേഷൻസ് ബയോ പെസ്റ്റിസൈഡ്സ് കാറ്റഗറിയിലുള്ള പ്രോഡക്റ്റുകൾ നിർമ്മിക്കുന്നതിനും 450 രജിസ്ട്രേഷൻസ് ക്രോപ്പ് പ്രൊട്ടക്ഷൻ കാറ്റഗറിയിലുള്ള പ്രോഡക്റ്റുകൾ നിർമ്മിക്കുന്നതിനും വേണ്ടിയിട്ടാണ്. 26ഓളം പുതിയ രജിസ്ട്രേഷൻസിന് ഇപ്പോൾ കമ്പനി അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിൽ വളരെ വലിയൊരു ഡീലർഷിപ്പ് നെറ്റ്വർക്കാണ് കമ്പനിക്കുള്ളത്. 11,722 ഡീലേഴ്സാണ് ഇന്ത്യയിൽ കമ്പനിക്കുള്ളത്. അപ്പോൾ നോവയ്ക്ക് ഇപ്പോൾ തന്നെ ഈ വർഷം 6,769 ഡീലേഴ്സ് ആക്റ്റീവായിട്ട് അവരുടെ സ്റ്റോക്ക് എടുക്കുകയും അതിൻ്റെ ഡിസ്ട്രിബ്യൂഷനും സെയിൽസും എല്ലാം ചെയ്യുന്നതായിട്ട് ഇത്തവണത്തെ കണക്കുകൾ കാണിക്കുന്നുണ്ട്. 16 സ്റ്റേറ്റുകളിൽ, ഇന്ത്യയിലെ 16 സ്റ്റേറ്റുകളിൽ കമ്പനിയുടെ പ്രോഡക്റ്റുകൾ ആക്റ്റീവാണ്. അതുകൂടാതെ നേപ്പാളിലും ബംഗ്ലാദേശിലും ശ്രീലങ്കയിലും പിന്നെ വിയറ്റ്നാമിലും നോവയുടെ പ്രോഡക്റ്റുകൾ വളരെയധികം ആക്റ്റീവായിട്ട് വിതരണം ചെയ്യപ്പെടുന്നുണ്ട്. അവരുടെ പേറോളിൽ 300ഓളം എംപ്ലോയീസാണ് ഇപ്പോൾ ഉള്ളത്. ഇനി നമുക്ക് കമ്പനിയുടെ പ്രൊമോട്ടേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കാം. മാലതി എസ്, അവരെ കൂടാതെ കിരൺ കുമാർ അട്ടുക്കൂരി, അദ്ദേഹമാണ് ഇതിൻ്റെ മാനേജിങ് ഡയറക്ടർ ഈ ചിത്രത്തിൽ കാണുന്നത്. അത് കൂടാതെ ഒരു കോർപ്പറേറ്റ് എൻറ്റൈറ്റി കൂടി ഇതിൻ്റെ പ്രൊമോട്ടറായിട്ടുണ്ട്. അത് സുരക്ഷ അഗ്രി റീറ്റെയിൽ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നൊരു കമ്പനിയാണ്. 143.81 കോടി രൂപയ്ക്കുള്ള ഒരു ചെറിയ IPO ആണിത് എന്ന് പറഞ്ഞു. അതിൽ 112 കോടി രൂപയ്ക്കുള്ളത് മാത്രമാണ് ഫ്രഷ് ഓഹരികളുടെ വിൽപ്പന വഴി കമ്പനിയിലേക്ക് ലഭിക്കുന്ന പണം. ആ 112 കോടി രൂപ അവർ ഉപയോഗിക്കുന്നത് എങ്ങനെ എന്നാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ അതിൽ കമ്പനി പറഞ്ഞിരിക്കുന്നത് അവരുടെ സബ്സിഡിയറി ആയിട്ടുള്ള നോവ അഗ്രി സയൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നുള്ള സബ്സിഡിയറി കമ്പനിയുടെ ഒരു ഫോർമുലേഷൻ പ്ലാന്റ് അത് പുതുതായിട്ട് നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് ഫണ്ട് ഉപയോഗിക്കും. അതുകൂടാതെ കമ്പനിയുടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഫോർമുലേഷൻ പ്ലാന്റ് അതിൻ്റെ എക്സ്പാൻഷന് വേണ്ടിയിട്ട് കുറച്ച് ഫണ്ട് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ വർക്കിംഗ് ക്യാപിറ്റലായിട്ട് കമ്പനിയുടെയും സബ്സിഡിയറിയുടെയും വർക്കിംഗ് ക്യാപിറ്റൽ
കൂട്ടുന്നതിന് വേണ്ടിയിട്ട്, മൂലധന വ്യാപ്തം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. പിന്നെ അത് കൂടാതെ കമ്പനിയുടെ കോർപ്പറേറ്റ് ആവശ്യങ്ങൾക്ക് മറ്റാവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും ഈ ഫണ്ട് ഉപയോഗിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി വാല്യുവേഷൻസ് നോക്കുകയാണെങ്കിൽ EPS 2.18 ആണ് നോവയുടെ. റിട്ടേൺ ഓൺ നെറ്റ്വർത്ത് 31.69%, NAV 6.89 എന്നുമാണ് കാണിക്കുന്നത്. നമുക്ക് ഇനി ഇതിൻ്റെ പിയർ കമ്പനികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ആരിസ് അഗ്രോ, അമിക്കോ പെസ്റ്റിസൈഡ്സ്, ബസന്ത് അഗ്രോടെക്, ബെസ്റ്റ് അഗ്രോ ലൈഫ്, ഭഗീരഥ കെമിക്കൽസ് ആൻഡ് ഇൻഡസ്ട്രീസ്, ഹെർബാന ഇൻഡസ്ട്രീസ്, ഇന്ത്യ പെസ്റ്റിസൈഡ്സ്, മദ്രാസ് ഫെർട്ടിലൈസേഴ്സ്, പിന്നെ ധർമ്മജ് കോർപ്പ്. അപ്പോൾ അതായത് നിരവധി പിയർ കമ്പനികളുണ്ട്, കോമ്പറ്റീറ്റേഴ്സ് ഉള്ള ഒരു ഫീൽഡിലാണ് നോവ അഗ്രോടെക് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഈ അറ്റത്തെ കോളത്തിൽ കൊടുത്തിരിക്കുന്നത് ഓരോ കമ്പനികളുടെയും ഈ കോമ്പറ്റീറ്റേഴ്സിൻ്റെയൊക്കെ NAV ആണ്. പിന്നെ നമുക്കറിയേണ്ടത് ലീഡ് മാനേജേഴ്സ് കീനോട്ട് ഫിനാൻഷ്യൽ സർവീസസും ബജാജ് ക്യാപിറ്റലുമാണ് നോവ അഗ്രിടെക്കിൻ്റെ ലീഡ് മാനേജേഴ്സായിട്ട്. പിന്നെ ഇതിൻ്റെ രജിസ്ട്രാർ ബിഗ് ഷെയർ സർവീസസ് പ്രൈവറ്റ് ലിമിറ്റഡുമാണ്. ഇനി നോവ അഗ്രിടെക്കിൻ്റെ ഫിനാൻഷ്യൽ സൈഡ് പരിശോധിക്കുകയാണെങ്കിൽ 2020 റവന്യൂ 126.54 കോടി രൂപയ്ക്കുള്ളതാണ്. നെറ്റ് ഇൻകം 2.98, 2021 160.58 കോടി രൂപയ്ക്കുള്ള റവന്യൂ വന്നപ്പോൾ അതിൻ്റെ നെറ്റ് ഇൻകം 6.3 കോടിയാണ്. 2022 185.57 കോടി രൂപയ്ക്കുള്ള റവന്യൂ ഉണ്ടായപ്പോൾ 13.69 കോടി രൂപ കമ്പനിക്ക് അറ്റാദായമായിട്ട് ലഭിച്ചിട്ടുണ്ട്. 2023 210.93 കോടി രൂപയ്ക്കുള്ള റവന്യൂ വന്നപ്പോൾ 20.49 കോടി രൂപയ്ക്കുള്ള അറ്റാദായം കമ്പനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഇനി അടുത്ത വർഷം, അതായത് 2024 സാമ്പത്തിക വർഷത്തെ ആദ്യ ഹാഫ് നോക്കുകയാണെങ്കിൽ 2023 സെപ്റ്റംബർ വരെയുള്ള കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ റവന്യൂ 103.24 കോടി രൂപയ്ക്കുള്ള റവന്യൂ ലഭിച്ചപ്പോൾ കമ്പനിയുടെ അറ്റാദായം 10.38 കോടി രൂപയ്ക്കുള്ളത് ഉണ്ടായിട്ടുണ്ട്. അപ്പം മൊത്തം പരിശോധിക്കുകയാണെങ്കിൽ കമ്പനിയുടെ അറ്റാദായവും റവന്യൂവും വെച്ച് നോക്കുമ്പോൾ മികച്ച ഒരു റിസൾട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇനി നമുക്ക് നോവ അഗ്രിടെക്കിൻ്റെ IPO വിശേഷങ്ങൾ ഒറ്റ നോട്ടത്തിലൊന്ന് പരിശോധിക്കാം. ജനുവരി 22 മുതൽ 24 വരെയാണ് ഈ IPO ഓപ്പൺ ആയിരിക്കുന്നത്. പ്രൈസ് ബാൻഡ് 39 രൂപ മുതൽ 41 രൂപ വരെയാണ്. ഇതൊരു ഫുള്ളി പ്രൈസ്ഡ് ആയിട്ടുള്ള ഓഹരി തന്നെയാണ്. ഫ്രഷ് ഇഷ്യൂ എന്ന് പറഞ്ഞാൽ നമുക്ക് നേരത്തെ അറിയാം 112 കോടി രൂപയ്ക്കുള്ളത് മാത്രമേ ഉള്ളൂ. ഓഫർ ഫോർ സെയിൽ 31.81 കോടി രൂപയ്ക്കുള്ളതാണ്. ടോട്ടൽ ഇഷ്യൂ സൈസ് പറയുമ്പോൾ അപ്പം 143.81 കോടി രൂപയ്ക്കുള്ളത് വരും. ഒരു റീറ്റെയിലർ മിനിമം അപ്ലൈ ചെയ്യേണ്ട ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ 365 ഷെയർസാണ്. അങ്ങനെ 13 ലോട്ട് വരെ അപ്ലൈ ചെയ്യാവുന്നതാണ്. HNIസിനാണെങ്കിൽ 14 ലോട്ട് മുതൽ 66 ലോട്ട് വരെ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഫേസ് വാല്യൂ 2 രൂപയാണ് ഒരു ഓഹരിക്ക്. ആ 2 രൂപയുടെ ഓഹരിക്കാണ് 41 രൂപ അവരിപ്പോൾ വിലയിട്ടിരിക്കുന്നത്. ഇതിൻ്റെ റീറ്റെയിൽ അലോട്ട്മെൻ്റ് എന്ന് പറഞ്ഞാൽ 35% വരും. HNIസിന് 15% ഉള്ളൂ. ഇൻസ്റ്റിറ്റ്യൂഷൻസിനാണ് 50% കൊടുക്കുന്നത്. ഇതിൻ്റെ അലോക്കേഷൻ വരുന്നത് ജനുവരി 25 ആയിരിക്കും. ലിസ്റ്റിംഗ് NSEയിലും BSEയിലും ഉണ്ട്. ലിസ്റ്റിംഗ് വരുന്നത് ജനുവരി 30 ആയിരിക്കും. ഇനി നമുക്കിത് അപ്ലൈ ചെയ്യണോ വേണ്ടയോ എന്ന് ചോദിക്കുന്നവരോട് പറയാനുള്ളത്, ഇത് ഒരു ഹൈലി കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു ഫീൽഡിലുള്ള ഒരു കമ്പനിയാണ്. കമ്പനിയുടെ റിസൾട്ട് എല്ലാം വളരെ മികച്ചതാണ്. മികച്ച ലാഭത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനി തന്നെയാണെങ്കിൽ പോലും നമ്മളിപ്പോൾ കണ്ടു വളരെയധികം കോമ്പറ്റേറ്റേഴ്സ് ഉണ്ട് എന്നുള്ളത് നമ്മളൊന്ന് ഒരു കൺസേൺ ആണെന്ന് മാത്രം. പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ 18.5 കോടി രൂപയ്ക്കുള്ളതുണ്ട്. അതുപോലെ തന്നെ കമ്പനിയുടെ മാർക്കറ്റ് ക്യാപ്പ് ഇഷ്യൂ കഴിയുമ്പോൾ 379.3 കോടി രൂപയ്ക്കുള്ളതായിരിക്കും. ഇത് അപ്ലൈ ചെയ്യുന്നവരോട് പറയാനുള്ളത്, ഇതൊരു ലിസ്റ്റിംഗ് ഗെയിൻ പെട്ടെന്ന് കിട്ടാനുള്ള സാധ്യത കുറവാണ്. എങ്കിലും മിഡ് ടൈം ലോങ് ടൈം ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇത് കുറച്ച് നാൾ കീപ്പ് ചെയ്യുകയാണെങ്കിൽ വളരെ മികച്ച ഓഹരി തന്നെയായിരിക്കും എന്നാണ് വ്യക്തിപരമായിട്ടുള്ള എൻ്റെ അഭിപ്രായം. നോവ അഗ്രിടെക്കിൻ്റെ IPO വിശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. എന്തായാലും ഈ വീഡിയോ നിങ്ങൾ എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് മറ്റൊരു IPO വിശേഷമായിട്ട് ഉടൻ തന്നെ വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം, ബൈ.